ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിങ്ങനെ ചുമ്മാ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിലൂടെ ഇങ്ങനെ ചുമ്മാ പോയി നോക്കായിരുന്നു. അപ്പോഴാണ് ഈ ഒരു കട കണ്ടത്. അടിപൊളി കടയാണ്. ഗ്രീൻസ് എന്നാണ് പേര്. അപ്പോൾ നല്ലൊരു അടിപൊളി കട. പുറത്തുനിന്ന് പോകുമ്പോൾ തന്നെ നമ്മൾ അട്രാക്ഷൻ പിടിച്ച് പറ്റുന്ന ഒരു കടയായിരുന്നു. പ്രത്യേകിച്ച് ചെടിയുടെ കട ആയതുകൊണ്ട് തന്നെ നമ്മളപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഏതൊക്കെ ചെടിയുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള പോട്ട്സ് ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ ഷോപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, സാധാരണ ഒരു ചെടിയുടെ ഷോപ്പ് പോലെയല്ല. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികളൊക്കെ പോട്ടിൽ നന്നായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെടികളാണ്. അപ്പം നമ്മളിത് വാങ്ങിയാൽ തന്നെ നമുക്ക് ഈ പോട്ടോട് കൂടി വീട്ടിൽ കൊണ്ട് വെക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. വീണ്ടും പോട്ട് മാറ്റി വേറെയിലേക്ക് വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കയ്പമംഗലം ബോർഡ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് പറയണത്. മൂന്നുപീടികയിൽ നിന്ന് ഗുരുവായൂർക്കുള്ള റൂട്ടിൽ മൂന്നുപീടിക കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ഈ സ്ഥലം വരുന്നത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ ചെറുത് മുതൽ വലുത് വരെ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസയോ അതല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചെറിയ പ്ലാന്റ്സ് വേണമെങ്കിൽ നമുക്ക് ചെറിയ പ്ലാന്റ്സ് നോക്കി വാങ്ങാം, വലുത് വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം. ഫുൾ പോട്ടോട് കൂടി ഫുൾ ഹാങ് ചെയ്തിറക്കുന്ന തരത്തിലുള്ളതോ അല്ലെങ്കിൽ ഫുൾ പോട്ടോട് കൂടി ഫുള്ളായി നിൽക്കുന്ന തരത്തിലുള്ള പ്ലാന്റ്സ് വേണമെങ്കിൽ അങ്ങനെയും നോക്കി വാങ്ങാനായിട്ട് പറ്റും. ഈ ഷോപ്പിൽ ഇപ്പോൾ മെയിനായിട്ട് ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള തരത്തിലുള്ള ഇലച്ചെടികളൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. മെയിനായിട്ട് ഇവിടെ ഇപ്പോൾ പൂച്ചെടികൾ എന്ന് പറയാനായിട്ട് എപ്പിസിയയുടെ കുറച്ച് വെറൈറ്റീസ് മാത്രമേ നമുക്കിവിടെ കാണുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇലച്ചെടികളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഈ ഷോപ്പിൻ്റെ അകത്ത് ഒരു പോട്ടിലായിട്ട് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ പല നല്ല ഭംഗിയുള്ള സ്റ്റാൻഡിലൊക്കെയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഭംഗിയിൽ ആ പോട്ടും പ്ലാന്റും ഒക്കെ ഇരിക്കുന്നുണ്ടെന്ന് തന്നെ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് വാങ്ങണമെങ്കിൽ തന്നെ നമ്മുടെ വീടിനകത്ത് വെക്കുമ്പോൾ എത്രത്തോളം ഭംഗി ഉണ്ടാവും എന്നുള്ളത് ഈ ഷോപ്പിൽ അതിരിക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അത്രയും ഈ ചുമരിനോട് അതല്ലെങ്കിൽ വോളുമ ചെയ്തേക്കണ പെയിൻറ്റിനോടൊക്കെ ഇത് എത്രത്തോളം അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കണമെന്നൊക്കെ നമുക്കിത് ശരിക്കും കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇതിനായിട്ട് അട്രാക്റ്റഡ് ആവുകയും ചെയ്യുന്നു. കോമൺലി നമ്മളെല്ലാ ഷോപ്പിലും കാണുന്ന തരത്തിലുള്ള കാക്ടസും സെക്കുലൻസും അല്ലാണ്ട് 2-3 വെറൈറ്റീസ് നമ്മളിവിടെ കണ്ടു കിട്ടും. അത് നല്ല ഭംഗിയുണ്ട് ശരിക്കും കാണാനായിട്ട്. ഇതിനു മുമ്പ് നമ്മളിതുവരെ അധികം അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ഒരു പ്രത്യേക ഭംഗിയിൽ ഇരിക്കുന്ന തരത്തിലുള്ള സെക്കുലൻസും കാക്ടസും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെയുള്ള കാക്ടസിൻ്റെ സെക്കുലൻസിനും റേറ്റ് വരുന്നത് 100 രൂപ മുതൽ അവയുടെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 100, 150, 200 അങ്ങനെ തുടങ്ങിയ പല റേറ്റിലുള്ള കാക്ടസ് സെക്കുലൻസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എയർ പ്ലാന്റും നമുക്കിവിടെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ഇങ്ങനെ പോട്ടിലൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കാണാൻ തന്നെ നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ എടുത്തു പറയുന്ന മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ സെറാമിക് പോട്ടുകൾ. അടിപൊളി സെറാമിക് പോട്ടുകളൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒന്നാമത് ഇത് നല്ല രീതിയിൽ എക്സിബിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പല വലുപ്പത്തിൽ അതുപോലെ തന്നെ പല മോഡലിലുള്ള പല കളേഴ്സിലുള്ള സെറാമിക് പോട്ടുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്തൊക്കെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. നമ്മുടെ വീടിനകത്ത് വെക്കുമ്പോൾ ശരിക്കും ചുമരിനോട് ചേർന്ന് അതല്ലെങ്കിൽ ആ ഒരു വീടിനകത്തെ ഭംഗിയിൽ ഇരിക്കുമ്പോഴാണ് ഈ പോട്ടിൽ ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ല ഭംഗിയിൽ ഇത് കാണത്തുള്ളൂ. സെറാമിക് പോട്ടുകളുടെ റേറ്റ് വരുന്നത് 100 രൂപ മുതലുള്ള സെറാമിക് പോട്ടുകൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ സെറാമിക് പോട്ടുകൾ മാത്രമല്ല, ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക് പോട്ടുകളും അതുപോലെ തന്നെ അവൈലബിൾ ആണ്. 5 രൂപ മുതലാണ് പ്ലാസ്റ്റിക് പോട്ടുകളുടെ റേറ്റ് ഒക്കെ വരുന്നത്. പല മോഡലിലും ഈ പറഞ്ഞ പോലെ തന്നെ പല വലുപ്പത്തിലുമുള്ള പ്ലാസ്റ്റിക് പോട്ടുകളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ സെറാമിക് പോട്ടുകളുടെ നല്ല വലുപ്പത്തിലുള്ള പോട്ടുകളൊക്കെയാണ്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് പോട്ട്സുകൾ, പല മോഡലിലുള്ള ഭംഗിയുള്ള തരത്തിലുള്ള ഹാങ്ങിങ് പോട്ട്സുകളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പല തരത്തിലുള്ള പ്ലാന്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സ്പൈഡർ പ്ലാന്റ്സ് ആയാലും ആ സ്പൈഡർ പ്ലാന്റിൻ്റെ തന്നെ പല പല വെറൈറ്റീസ്, അതുപോലെ തന്നെ മണി പ്ലാന്റിൻ്റെ വെറൈറ്റീസ്, പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സിൽ എപ്പിസിയയുടെ പല പല മോഡൽസ്, അതുപോലെ തന്നെ ടാങ്കിൾഡ് ഹാർട്ട്, പിന്നെ കലീസിയ റെപ്പൻസസ്,
അങ്ങനെ തുടങ്ങിയ എല്ലാ പ്ലാന്റ്സും നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചെറിയ ചെറിയ കപ്പുകളിലായിട്ട് 20 രൂപയ്ക്ക് ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് പറ്റുന്നതാണ്. ഇവിടെ ചെടികളുടെ റേറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 20 രൂപയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 20 രൂപ മുതൽ 1000 രൂപ വരെയുള്ള ചെടികൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് എൻജോയ് പോത്തോസിൻ്റെ ഒരു കപ്പ് വരുന്നതാണ്. ഇതിനകത്ത് നിറയെ ബുഷിയായിട്ട് ഇങ്ങനെ തിക്കായി തന്നെ എൻജോയ് പോത്തോസ് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇതിങ്ങനെ നിൽക്കണ കാണാനായിട്ട്. നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. ഒന്നാമത് ഇതൊരു വൈറ്റ് പോട്ടിലാണ് ഇരിക്കുന്നത്. ശരിക്കും ഹാങ്ങിങ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇടാൻ പറ്റും. ഇത് ഹാങ്ങിങ് പോട്ടിൽ വെച്ചിരിക്കുന്ന എൻജോയ് പോത്തോസിൻ്റെ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിങ്ങനെ പോട്ടിൽ ബുഷിയായിട്ട് വളർത്തിയേക്കണ മണി പ്ലാന്റ് ആണ് നമ്മൾ കാണുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട്. നല്ല അടുപ്പിച്ചടുപ്പിച്ച് കുത്തി ഉണ്ടാക്കിയേക്കാണ്. ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഹാങ് ചെയ്ത് വേണമെങ്കിൽ ഇടാം. അതല്ലെങ്കിൽ ഇങ്ങനെ പോട്ടോട് കൂടി ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ട് വെക്കാവുന്നതുമാണ്. നമ്മൾ ഈ കാണുന്ന പ്ലാന്റ് ഫിലോഡെൻഡ്രോന്റെ സീലം വരുന്നൊരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന്റെ ലീവ്സ് ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ലീവ്സിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ കട്ടിങ്സുകൾ വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട്. ഈ ഒരു പ്ലാന്റ് നമ്മൾ അധികം എവിടെയും കണ്ടിട്ടില്ല. ഇതിന്റെ തന്നെ മറ്റു പല പ്ലാന്റ്സും നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്നതാണ്. പലതരത്തിലുള്ള സെൻസവേരിയ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഗ്രീൻ മാത്രമായിട്ടുള്ളതുണ്ട്, അതുപോലെ യെല്ലോ ബോർഡർ ഉള്ളതുണ്ട്, അതിൻ്റെ തന്നെ ലോങ് ലീഫ് ഉള്ളതുണ്ട്. ഇതും ഫിലോഡെൻഡ്രോന്റെ സീലം വരുന്ന പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ ഇലയുടെ സൈഡിലും ഇങ്ങനെ ഈ കട്ടിങ്സ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ഇത്രയും വലിയ പോട്ടിൽ ഈ ഒരു പ്ലാന്റിന് ഇവിടെ വരുന്ന റേറ്റ് 150 രൂപയാണ്. നല്ല ഭംഗിയുണ്ട് ഈ പോട്ടിൽ ഈ പ്ലാന്റ് ഇങ്ങനെ നിൽക്കണ കാണാനായിട്ട്. പിന്നെ ഇവിടെ നമുക്ക് പലതരത്തിലുള്ള അഗ്ലോണിമയും അതുപോലെ തന്നെ കലാത്തിയയും ഒക്കെ അവൈലബിൾ ആണ്. എല്ലാ തരത്തിലുള്ള മോഡലും അഗ്ലോണിമയും കലാത്തിയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് പ്ലാന്റ് ഫിറ്റൂണിയ ഉണ്ട് ഇവിടെ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 3 പീടികയിലുള്ള ഗ്രീൻസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലെ കാഴ്ചകളാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒത്തിരി പ്ലാന്റ്സ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പല വെറൈറ്റി മോഡലിലുള്ള പോട്ടുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ഷോപ്പിനുള്ളിൽ പോട്ടുകളൊക്കെ നല്ല രീതിയിൽ തന്നെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പോട്ടുകളൊക്കെ നോക്കി ചൂസ് ചെയ്യാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഷോപ്പ് വന്ന് കാണണം. നമ്മുടെ നീഡ്സൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. ഒത്തിരി തരത്തിലുള്ള പോട്ട്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഫുൾ പോട്ടോട് കൂടിയിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒത്തിരി. അതൊക്കെ ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിറയെ ഹാങ് ചെയ്തിടാറുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ വന്നിരിക്കുന്ന ടൈം നല്ല ഉച്ച നേരമായതുകൊണ്ട് നല്ല വെയിലുമാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് അതിനിങ്ങനെ സൺലൈറ്റ് കിട്ടുന്ന കാരണം കൊണ്ട് ആ ഹാങ്ങിങ് പോട്ട്സൊക്കെ അതുമെന്ന് മാറ്റി വെച്ചേക്കാണ്. അത് കാരണം കൊണ്ട് നമുക്ക് ശരിക്കും ഒരു ഭംഗി അറിയാൻ പറ്റണില്ല. നമ്മൾ ആദ്യം ഗ്രീൻസിൻ്റെ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് ഇവരുടെ തന്നെ വേറൊരു ബ്രാഞ്ചിൻ്റെ വീഡിയോ ആയിരുന്നു ചെയ്തത്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അവിടെയും ഇതുപോലെ തന്നെ നല്ല റേറ്റ് കുറവ് തന്നെയാണ് പ്ലാൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.